നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാർത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ പുറകെ മാധ്യമങ്ങൾ ഇങ്ങനെ മൈക്കുമായി തിക്കും തിരക്കും കൂട്ടി ചോദ്യശരങ്ങളുമായി ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം വാർത്തകൾ കാണുമ്പോൾ നമുക്കറിയാം, ഒന്നല്ല ഒന്നിലധികം രണ്ട് മൂന്നാല് ഇടങ്ങളിൽ സുരേഷ് ഗോപിയെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പുറകെ നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇതുവരെ ഉണ്ടായ സംഭവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒന്നും മിണ്ടുന്നില്ല. വളരെ ശാന്തനായി. എല്ലാവരും പറയും അദ്ദേഹം ഇപ്പോഴും ഭരത് ചന്ദ്രൻ IPS കളിക്കുകയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അദ്ദേഹം വളരെ കാമായിട്ട് പോയി ഏറ്റവും ഒടുവിൽ ഇതുവരെ ചെയ്തു തന്നതിനെല്ലാം നന്ദി എന്ന് വളരെ ശാന്തമായി തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഇപ്പം അതാണ് എല്ലാവർക്കും പരാതി, അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് എന്തായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു ഇതിലേക്ക് കടന്നത്? എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ വളച്ചൊടിച്ച് അതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് അദ്ദേഹത്തിനെതിരെ തന്നെ ആക്രമിക്കാൻ തയ്യാറാവുന്നവരാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ എന്ന് അദ്ദേഹം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല, സുരേഷ് ഗോപി എന്തിന് പ്രതികരിക്കണം എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ആളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തെ വേട്ടയാടാനും അദ്ദേഹത്തെ ഒരു ഒരു കഥാപാത്രമാക്കി നാടകം കളിക്കാനുമുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ തുടരുന്ന കാലത്തോളം മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളോട് ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തോട് അവർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ സുരേഷ് ഗോപിക്ക് കൊടുക്കാത്ത കാലത്തോളം സുരേഷ് ഗോപി പ്രതികരിച്ചില്ലെങ്കിൽ ഒന്നും പറയാനില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഒരു സത്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നലെ ശോഭാ സുരേന്ദ്രനോട് ഈ കാര്യത്തിൽ ഒരു കാര്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി പ്രതികരിക്കാത്തത്, സുരേഷ് ഗോപി പ്രതികരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ വളരെ കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത്, ഞങ്ങളെ പോലുള്ള തൊലിക്കട്ടി സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കുറെ കാലമായി വന്ന് നിങ്ങളുടെ ഈ ചെളിക്കുത്തലുകളൊക്കെ കേട്ട് വന്ന് തൊലിക്കട്ടി ഉണ്ടായിട്ട് സുരേഷ് ഗോപിക്ക് തൊലിക്കട്ടി വരുമ്പോൾ അദ്ദേഹം വരും, അദ്ദേഹം ഒരു പച്ച മനുഷ്യനാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മുമ്പ് മകളെ പോലെ കണ്ട് സഹോദരിയെ പോലെ കണ്ട് അത്രയും ബന്ധമുണ്ടായിരുന്ന അത്രയും ആത്മബന്ധമുണ്ടായിരുന്ന ഒരാളുടെ തോളത്തൊന്ന് കൈവച്ചതിന് അദ്ദേഹത്തിന് പീഡന കേസ് ഏറ്റുവാങ്ങേണ്ടി വന്നു. ആർക്ക്? സുരേഷ് ഗോപിക്ക്. അങ്ങനെയുള്ള മാധ്യമങ്ങളോട് ഇപ്പൊ പ്രതികരിക്കുന്നില്ല എന്ന് കരുതി കഴിഞ്ഞാൽ എന്താണ് ഒരു തെറ്റ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത്. ശരിയുമാണ്. നമ്മൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ. 75,000-ൽ പരം വോട്ടിന് ജയിച്ച സുരേഷ് ഗോപി അവിടെ 11 or 12 കള്ളവോട്ട് ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അവിടെ കള്ളവോട്ടിന് പുറത്താണ് ജയിച്ചത് എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾക്ക് എന്താണ് ഇവരോടൊക്കെ പറയേണ്ടത്? 60,000 വോട്ട് കള്ളവോട്ട് ചേർത്തു, 50,000 കള്ളവോട്ട് ചേർത്തു എന്നൊക്കെ വെറുതെ തള്ളുകയാണ്. ഒരു തെളിവുമില്ല. ആകെ കിട്ടിയ തെളിവെന്ന് പറയുന്നത് 11 or 12 ആളുകൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വന്ന് വോട്ട്, അതായത് ആലത്തൂർ മണ്ഡലത്തിലുള്ള കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ടും സുരേഷ് ഗോപിയുടെ കുടുംബങ്ങൾ ഇവിടെ വന്ന് വോട്ട് ചെയ്തു. 1-2 തൃശ്ശൂർ മണ്ഡലത്തിന് പുറത്തുള്ള ആളുകൾ ഇവിടെ വോട്ട് ചെയ്തത് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 75,000 ഭൂരിപക്ഷം മാത്രം കൊടുത്ത ജനം, 75,000 ഭൂരിപക്ഷം മാത്രമാണ്. അതിന് പുറത്തേക്ക് വേറെയുണ്ട് ഒരു 2-2.5 ലക്ഷം വോട്ട് ചെയ്ത ആളുകളും ഈ പറഞ്ഞ 75,000 ആളുകളും ഒക്കെ കള്ളവോട്ടാണോ? ഇവർക്ക് ഉളുപ്പില്ലേ ഇത് പറയാൻ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്ത് ജയിച്ചു എന്ന് പറയുന്നത് ഉളുപ്പില്ലേ? കാരണം സുരേഷ് ഗോപിക്ക് ഈ ഇരട്ട വോട്ടുണ്ടെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് വീട്ടിലാണ് ഉണ്ടാവാറ്. അദ്ദേഹം ഇവിടേക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ വോട്ട് ഇവിടത്തേക്ക് മാറ്റിയത്. അവിടെ അദ്ദേഹം പോയി വോട്ട് ചെയ്തില്ല. തിരുവനന്തപുരത്ത് പോയി സുരേഷ് ഗോപിയും ഭാര്യയും മക്കളും ഈ പറയുന്ന ഡ്രൈവറും എല്ലാം പോയി അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കള്ള വോട്ടാണെന്ന് പറയാം. സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുമ്പോൾ എന്റെ വോട്ട് എനിക്ക് ഇവിടെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ഇവിടത്തേക്ക് മാറ്റുന്നു. അത് അവിടെ തിരുത്തിയിട്ടില്ലെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നമാണ്. അത് ഇലക്ഷൻ കമ്മീഷന് വേണ്ടി നിയോഗിച്ച ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റാണ്. ആരാണ് ഉദ്യോഗസ്ഥന്മാർ? റവന്യൂ വകുപ്പാണ്. അവർക്കെതിരെയാണ് അതിനു വേണ്ടി നടപടി എടുക്കേണ്ടത്, അല്ലാതെ ഇവരെ ക്രൂശിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, കെ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയില്ല. ശരി, 60,000 വോട്ടുകൾ ഞങ്ങൾ അങ്ങനെ കള്ളവോട്ട് ലിസ്റ്റിൽ പേര് ചേർത്ത് വ്യാജ വോട്ട് ഞങ്ങൾ നേടി എങ്കിൽ ആ സമയത്ത് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തൂടെ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടാൽ തന്നെ അറിയാം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നിങ്ങൾ ആരോപിക്കുന്നത് അനുസരിച്ച് 60,000-ൽ പരം വോട്ടുകൾ ഞങ്ങൾ കള്ളവോട്ടാണ് നേടിയതെങ്കിൽ നിങ്ങൾ പോയി ചത്തൂടെ എന്നാണ് ചോദിച്ചത്. അതിന്റെ അർത്ഥം 60,000 വോട്ട് ഞങ്ങൾ കള്ളവോട്ടിട്ട് നേടി എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ അനിലക്കര പറയുന്നതാണ്. കെ സുരേന്ദ്രൻ സമ്മതിച്ചു കഴിഞ്ഞു 60,000 വോട്ടുകൾ കള്ളവോട്ടാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത്. അല്ല, അത് ഈ കാര്യത്തിൽ എന്താ വെച്ചാൽ അനിലേട്ടനൊക്കെ എന്താ വെച്ചാൽ എനിക്ക് വ്യക്തിപരമായ അടുപ്പമുള്ള ആളും കൂടിയാണ്. അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്സിന്റെ പുറത്ത് മാത്രമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ന്യായീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹമൊക്കെ അങ്ങനെ പറയുന്നത്. കാരണം ഇതിൽ വേറൊന്നും പറയാനില്ലല്ലോ. ഇപ്പം കെ സുരേന്ദ്രൻ കൃത്യമായി പറഞ്ഞത് എന്താണ്? 60,000 കള്ള വോട്ടുകൾ ഞങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചവിടെ, ഇവിടെ എന്ത് ഇരിക്കുന്നു നിങ്ങളൊക്കെ? കാരണം 60,000 കള്ള വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ BJPക്ക് ചേർക്കാൻ കഴിഞ്ഞെങ്കിൽ കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും BJPക്ക് പിന്നെ ഇതുപോലെ വോട്ട് ചേർത്തൂടെ? വോട്ട് ചേർത്ത് എത്ര ആളുകൾ ജയിക്കാം അവിടെ? ഇതൊക്കെ വെറും ബാലിശമായ കാര്യങ്ങൾ. എവിടെ തെളിവ്? തെളിവൊന്നുമില്ല.
ഞങ്ങൾ തെളിവൊന്നും ഞങ്ങൾ തരൂല, ഞങ്ങൾക്ക് വായി തോന്നി ഞങ്ങൾ പറയും. ഇതാണ് ഇവിടുത്തെ ഈ നിലപാടില്ലാത്ത ആളുകളുടെ കാര്യം. എന്താണ് ഇങ്ങനെ പോകുന്നത്. മറ്റൊന്ന്, കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വോട്ട് ചേർക്കൽ കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിലാണ് നടന്നിരിക്കുന്നത്. ഇവിടുത്തെ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? VD സതീശൻ മിണ്ടുന്നുണ്ടോ? പിന്നെ ഗോവിന്ദമാഷ്ക്ക് എന്താ മിണ്ടാനുള്ളത്? കോഴിക്കോട് കോർപ്പറേഷൻ പിന്നെ പരിധിയിലെ മാറാട് ഭാഗത്ത് ഒരു വീട്ടിൽ 370 സംതിങ് വോട്ടാണ് ചേർത്തിരിക്കുന്നത്. ഒരു കെട്ടിട അഡ്രസ്സിൽ 370 വോട്ട് ചേർക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ലോകത്ത് നടക്കുന്ന കാര്യമാണോ? ഇവരങ്ങ് യുപിയിൽ, അതെ, ഇതങ്ങ് യുപിയിൽ പോയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. യുപിയിൽ എത്ര 80 പേരെ ചേർത്തു എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് 370 പേരെയാണ് ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിൽ ചേർത്തിരിക്കുന്നത്. കോൺഗ്രസും BJPയും പരാതി കൊടുത്തിട്ടുണ്ട്. CPM-നെതിരെയാ പരാതി. അവിടുത്തെ BLO, CPM-ന്റെ BLOയ്ക്കും CPM-ന്റെ വാർഡ് കൗൺസിലർക്കെതിരെയാണ് പരാതി. ഈ 370 പിന്നെ വോട്ടർമാർ വന്ന് എവിടെ നോക്കിയാണ് ഇവന്മാർ വരുന്നതെന്ന് തന്നെ അറിയില്ല. അങ്ങനെയുള്ള ആളുകൾ വന്ന് വോട്ട് ചെയ്തിട്ടാണ് അവിടെ വിജയിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെയുള്ള വെള്ളയിൽ എന്ന് പറയുന്ന സ്ഥലത്തെ വാർഡിൽ 60 പേരാണ് ഒരു വീട്ടഡ്രസ്സിലുള്ളത്. ഇതൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. പിന്നെ ഇരിക്കൂർ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ MLA സജീവ് ജോസഫിന് ഇരട്ട വോട്ടുണ്ട്, 2 വോട്ടുണ്ട്. എന്താ അദ്ദേഹം ഒന്നും ഉണ്ടാത്തത്? കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് 80ഓളം പിന്നെ ആളുകളെയാണ് ചേർത്തിട്ടുള്ളത്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണ് എന്നാണ് പറയുന്നത്. ഹൈബി ഈഡൻ മറുപടി പറയണ്ടേ? ഹൈബി ഈഡനും TJ വിനോദുമാണ് ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത്. ഇവർ കള്ള വോട്ട് ചെയ്ത് ഇവരെ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഹൈബി ഈഡനും അതുപോലെ തന്നെ TJ വിനോദും ജയിച്ചത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ? ഇത് ഇടതും മിണ്ടില്ല വലതും മിണ്ടില്ല. കാര്യം എന്താണെന്നറിയോ? സുരേഷ് ഗോപിക്കെതിരെ മാത്രമാണ് ഇവരുടെ ഫോക്കസ്. ആ ഫോക്കസ് എന്ന് പറയുന്നത് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കുകയാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി കുറെ കാര്യങ്ങൾ, വോട്ട് ചോരി, പിന്നെ വെബ്സൈറ്റും ഒക്കെ ആയിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചു, നിങ്ങൾ തെളിവ് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ നിയമ നടപടിക്ക് പോകൂ. അതും പറ്റില്ല. അതല്ല ഇവരുടെ ലക്ഷ്യം. ഇപ്പൊ ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളതല്ല ശരിക്കും. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന വെറും ഒരു നാടകം മാത്രം അല്ല. ഇപ്പൊ ഇത് ഇപ്പോഴല്ല, മുൻപേ ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ 2 പേരുള്ളതുപോലെ തന്നെ ഒരു കൃത്യവിലോപമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും എല്ലാം വോട്ട് ചെയ്ത ഒരാൾക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലിസ്റ്റിൽ പേരില്ലാതാകുന്നത് അത് അവകാശ ലംഘനമല്ലേ? അത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയല്ലേ? അപ്പൊ അതെന്തുകൊണ്ട് വരുന്നില്ല? ഇങ്ങനെ വ്യാപകമായി ഒരുപാട് പേർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ലിസ്റ്റിൽ പേരില്ലാതെ വരുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്. ഒരാൾക്ക് ഒരു ആധാർ കാർഡ് ഒരാൾക്ക് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. കാരണം ആധാർ ഫോണുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാജ ആധാർ എടുക്കാൻ കഴിയുമോ? എനിക്കറിയില്ല. കഴിയുമോ? ഇല്ല. അപ്പൊ ഈ ആധാറുമായി ലിങ്ക്ഡ് ആണ് എല്ലാം. ഇപ്പൊ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ആധാർ മുൻനിർത്തിയാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഈ ലിസ്റ്റിൽ പല സ്ഥലത്ത് പേര് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തമാർക്കാണ്? ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർക്കാണ്. ശരിക്കും ഇതിന് ഒരു പരിഹാരമാണ് ഇവരെല്ലാം ആഗ്രഹിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഇതിന് നിയമപരമായി ആ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യേണ്ടത്? ആ രീതിക്ക് പോകുന്നതിന് പകരം ചെയ്യുന്നത് എതിരാളികളെ കരിവാരി തേക്കാനുള്ള ആയുധമാക്കി ഉപയോഗിക്കുക. ഈ നാട് നന്നാക്കുകയെന്നോ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുകയെന്നോ കൃത്യമായി നടക്കണമെന്നോ ഒന്നുമല്ല ഇവരുടെ ഒന്നും ഉദ്ദേശം. അതായത് കേരളത്തിൽ BJP ഇപ്പൊ ഈ വരുന്ന ഇവരുടെ ഒരു വിലയിരുത്തലുകൾ ഉണ്ടാവുമല്ലോ. അതപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും BJP ഒരു മുന്നേറ്റം നടത്തും. കാരണം രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ താഴെ തട്ടിൽ മുതൽ വളരെയധികം പ്രവർത്തനങ്ങൾ ഏകോപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും BJP ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നല്ല മുന്നേറ്റം നടത്തും എന്ന് ഇവർക്ക് പൂർണ്ണമായി, BJPയേക്കാൾ വിശ്വാസം ഇവിടുത്തെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനുമാണുള്ളത്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇവർ ഈ ഒരു ആക്രമണവുമായി ഇറങ്ങിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത് വളരെ ശരിയുമാണ്. മാത്രവുമല്ല, ഈ പറയുന്ന പോലെ കാസർഗോഡ് മുതൽ ഇങ്ങ് കണ്ണൂർ വരെയുള്ള പല മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മാധ്യമങ്ങളിൽ അടക്കം വന്ന വാർത്തകൾ തീർത്ത് BJP പ്രവർത്തകർ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ഇവർ വെച്ച വെടി ഇവരവരുടെ ആസ്ഥാനത്ത് തന്നെ പോയി തറയ്ക്കുന്ന കാര്യമാണ് ഇപ്പൊ കാണുന്നത്. കാരണം കണ്ണൂരിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച DYFI നേതാവ് പിടിയിൽ, എറണാകുളത്ത് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച കോൺഗ്രസ്സുകാർ പിടിയിൽ, കാസർഗോഡ് ലീഗുകാരൻ പിടിയിൽ എന്ന് തുടങ്ങി കഴിഞ്ഞ വാർത്തകൾ തീർത്ത് BJPക്കാരെ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുക. ഇന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ തൃശ്ശൂരിലെ മുൻ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള KK അനീഷ് കുമാർ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. പൂങ്കുന്നം വാർഡ്, ഈ തൃശ്ശൂരിൽ ഇരട്ട വോട്ടുണ്ട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പൂങ്കുന്നം. ആ പൂങ്കുന്നത്തെ ഒരു വാർഡിലെ ഒരു സ്കൂളിൽ, ഒരു UP സ്കൂളാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ സ്കൂളിൽ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് അവിടെ CPM-ഉം കോൺഗ്രസും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ള വോട്ട് ചേർത്തുവെന്നും ആലത്തൂരിലെ CPM നേതാവും ഭാര്യയും
ഉടമസ്ഥൻ അറിയാതെ, അതായത് ഫ്ളാറ്റിന്റെ ഉടമസ്ഥൻ അറിയാതെ അവരുടെ പേരിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കി അവിടെ വോട്ട് ചെയ്തു എന്ന് തെളിവ് സഹിതം ഇന്ന് KK അനീഷ് കുമാർ പുറത്തുവിട്ടിട്ടുണ്ട്. മറുപടിയില്ല, മിണ്ടിയിട്ടില്ല. എന്താ മിണ്ടാത്തത്? അതായത് തൃശ്ശൂരിൽ ആരൊക്കെ കള്ളവോട്ട് ചെയ്തു? BJP പറയുന്നത് നിങ്ങൾ എന്താ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്കെതിരെ ഒരു ആരോപണം വരുന്നു, ശരി, ആരോപണം വരുമ്പോൾ നിങ്ങൾ പോലീസ് ഉണ്ട് അന്വേഷിക്കൂ, നിങ്ങൾ ഹൈക്കോടതി ഉണ്ട് പരാതി കൊടുക്കൂ, നിങ്ങൾ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് പരാതി കൊടുക്കൂ എന്നല്ലാതെ എന്താ അവർ പറയണ്ടേ? പക്ഷെ മറിച്ച് ഇവർ പറയുന്ന അഭിപ്രായത്തിൽ ഒരു അക്ഷരം ഇവർ മിണ്ടുന്നില്ല. സജീവ് ജോസഫിന് എന്താ ഇരട്ട വോട്ട്? ഞങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല, മിണ്ടില്ല. നേരെ ഇപ്പുറത്ത് കഴക്കൂട്ടത്ത് പിന്നെ ഈ പറയുന്ന പോലെ വോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നു, അറിയില്ല. സമ്പത്ത് നിരന്തരം കള്ളവോട്ട് ചെയ്തുകൊണ്ടാണ് ജയിച്ചത് എന്ന് പിന്നെ അടൂർ പ്രകാശ് പറയുന്നു, അദ്ദേഹം തെളിവുകളുണ്ട് എന്ന് പറയുന്നു, മറുപടിയില്ല. ഈ മലപ്പുറത്ത്, കണ്ണൂരിൽ, കോഴിക്കോട്, വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് 3000 മുതൽ 9000 വരെ വ്യാജ വോട്ടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. മറുപടിയില്ല. എന്താ മറുപടി പറയാത്തവർ? അപ്പൊ പറയുന്നത് ഇതൊന്നും വെച്ച് മറ്റതിനെ നിങ്ങൾ പൊട്ടിക്കാമെന്ന് കരുതണ്ട. ഏതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ആ വിഷയത്തിൽ? ഒരു ചേച്ചി കണ്ടിട്ടുണ്ടാവും, രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ടർ പട്ടികയില് കുറെ പേരിന്റെ സ്ഥാനത്ത് കുറെ അക്ഷരങ്ങൾ JHA എന്നൊക്കെ പറഞ്ഞ കുറെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുള്ള സ്ഥലം കണ്ടിട്ടുണ്ട്. അത് കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഈ പേര് വെച്ചിട്ടുള്ള വോട്ടർ ID കാർഡ് എവിടെ, അത് എവിടെ നിന്നാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത്? ആ ഡൗൺലോഡ് ചെയ്ത കോപ്പി ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞപ്പോ രാഹുലിന് മറുപടിയില്ല. അല്ല, ഈ കോൺഗ്രസ്സുകാര് രാഹുൽ ഗാന്ധിയെ പറ്റിക്കുകയാണ്. അല്ല, ഇത് സംഭവം എന്താ? ഇത് വലിയൊരു പൊളിറ്റിക്കൽ ഇത് പൊളിറ്റിക്കൽ ഗെയിമാണ്. ഇത് പൊളിറ്റിക്കൽ ഗെയിമാണ്. കാര്യം ഇങ്ങനെ ഒരു നെറേഷൻ ഉണ്ടാക്കുക, ഈ മാധ്യമങ്ങൾ തീർത്ത്, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ തീർത്ത് ഇതിന് അനുകൂലമായിട്ട് ഉള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇവിടെ വ്യാജ വോട്ടുണ്ട് എന്ന് പറയുകയും, ഇപ്പോ എന്താണ് കർണാടകയിൽ 80 ആളുകൾ ഒരു റൂമിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചു പോയപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞ എന്താണെന്നറിയോ? ഒരു കുടിസുമുറിയിൽ 2-3 ആൾക്ക് മാത്രമേ താമസിക്കാൻ കഴിയൂ, ഇവിടെയാണ് 80 പേരെ ചേർത്തത് എന്ന് പറഞ്ഞു. അവർ തിരിച്ചു പോന്നു. ഇപ്പൊ കേരളത്തിലെ ആളുകളൊക്കെ ആഹാ എങ്ങനെയുണ്ട്? എന്നാൽ NDTV കൃത്യമായി അവിടെ പോയിട്ട് പറഞ്ഞു, ശരിയാണ്, ഇവിടെ ഒരു മുറി മാത്രമേ ഉള്ളൂ, ഒരു മുറിയിൽ 2-3 പേർക്ക് മാത്രമേ താമസിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിന്റെ പുറത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പറയുന്നയാൾ എന്താണ്, അന്യ സംസ്ഥാനത്ത് നിന്ന് തൊഴിലാളികളെ കൊണ്ടുവരുന്ന ഏജന്റ് ആണ്. അവിടെ ഓരോ മാസത്തിലും പുതിയ ആളുകൾ വന്ന് താമസം മാറി പോകുന്നുണ്ട്. അത് ഏകദേശം 1000-ഓളം ആളുകൾ ആ കുടിസുമുറിയിൽ താമസിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ പുതിയതായി അദ്ദേഹം കൊണ്ടുവന്ന 80-ഓളം ആളുകൾക്കാണ് വോട്ടർ പട്ടിക എടുത്ത് കൊടുത്തിട്ടുള്ളത്. അവർ ആ വോട്ടർ ID കാർഡ് വാങ്ങി അവരവരുടെ വഴിക്ക് പോവുകയാണ്. അത് മനസ്സിലാക്കണ്ടേ? അവരവരുടെ ജോലി സംബന്ധമായി കേരളത്തിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കർണാടകയിലേക്കോ ഇനി ആന്ധ്രയിലേക്കോ ഒക്കെ പോകുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ഇരട്ട വോട്ട് ചെയ്തോ എന്നുള്ളതാണ് ചോദ്യം. ഈ മഹാദേവ്പുരയിൽ എത്ര ആളുകൾ 2 വോട്ട് ചെയ്തു? മഹാദേവ്പുരയിൽ വോട്ട് ചെയ്ത ആളുകൾ UP പോയി വോട്ട് ചെയ്തോ? ഇതാണ് നിയമലംഘനം. ആ നിയമലംഘനത്തിന്റെ ഭാഗമായി BJP ജയിച്ചോ? ഇതാണ് ചോദ്യം. പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നില്ല. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് ഇരട്ട വോട്ടുണ്ട്. ശരി, ഇരട്ട വോട്ട് ചെയ്തോ? ഇരട്ട വോട്ട് ഉള്ളത് ശരിയല്ല, അത് നടപടി എടുക്കട്ടെ. പക്ഷെ അതിന് BJP എന്തിന് കുറ്റം പറയുന്നു? BJP ഇരട്ട വോട്ട് ചെയ്യിപ്പിച്ചോ? അത് ഞങ്ങൾക്ക് അറിയണ്ട. അപ്പൊ ആളുകൾ എന്താ വിചാരിക്കുക? ആളുകൾ വിചാരിക്കുക ഇരട്ട വോട്ട് ഉണ്ട് എന്ന് കരുതുമ്പോൾ ഇവരെ ഇരട്ട വോട്ട് ചെയ്തു എന്നല്ലേ കരുതുക? പച്ചക്കള്ളമാണ്. കേരളത്തിൽ അടക്കം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ കർക്കിടക വാവിന്, സാധാരണ കർക്കിടക വാവിനാണ് നമ്മളെ മുത്തശ്ശന്മാരെയൊക്കെ നമ്മൾ ഓർക്കുക, പിന്നെ പിതാമഹന്മാരെ പിതൃബലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ കർക്കിടക വാവിനല്ലാതെ വോട്ട് നടക്കുന്ന സമയത്താണ് മലബാറിൽ സാധാരണഗതിക്ക് ഈ പിതൃക്കൾ വരിക. അവര് മരിച്ചുപോയ പിതൃക്കളൊക്കെ അവിടെ CPM-നും ലീഗിനും ഒക്കെ വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെയുള്ള ഒരേ ഒരു സ്ഥലമാണ് മലബാർ എന്ന് പറയുന്നത്. ആ ആളുകളാണ് കർക്കിടക വാവിന് പോലും കാണാത്ത ആത്മാക്കളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്ന CPM ആണ് ഈ പറയുന്ന എന്താണ് പിന്നെ കള്ള വോട്ടിന്റെ കാര്യം പറയുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വലിയ തമാശയും കോമഡിയും ഒക്കെയാണ് തോന്നുന്നത്. എന്നിട്ട് സുരേഷ് ഗോപി തൃശ്ശൂർ കട്ടെടുത്തതാണ്. നാണമില്ലേ ഇവർക്ക് ഇത് പറയാൻ? നാണമില്ലേ? 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മനുഷ്യരോട് 12 വോട്ട് ഒരാൾ അപ്പുറത്തും ഇപ്പുറത്തും മാറി ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിജയമെങ്കില്ലാതായി പോകുന്നു. അദ്ദേഹം സംസാരിക്കാഞ്ഞത് നന്നായിട്ടാണ്. കാര്യം അറിഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി സംസാരിക്കാഞ്ഞത്. എന്താ സംസാരിക്കേണ്ടത്? ഇത്രയും ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി. അതായത് നിങ്ങളോട് ഞാൻ എങ്ങനെ നിൽക്കുന്നുവോ അതേപോലെ ഒരു മര്യാദ തിരിച്ചു മാധ്യമങ്ങൾ കാണിച്ചാൽ മാത്രമേ അദ്ദേഹം സംസാരിക്കേണ്ടതുള്ളൂ. അദ്ദേഹം ഇന്നലെ സംസാരിക്കാതായിട്ട് ആർക്കും എന്തെങ്കിലും പ്രയാസം വന്നോ? അദ്ദേഹത്തിന്റെ ജോലിയെല്ലാം ചെയ്തു. കോതമംഗലത്ത് മരിച്ച സോനയുടെ വീട്ടിൽ അദ്ദേഹം പോയി, തിരിച്ച് ഇവിടെ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിൽ അദ്ദേഹം പോയി. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ മാധ്യമങ്ങളോട് സംസാരിക്കാതെ തന്നെ ജനങ്ങളോട് സംസാരിക്കാനുള്ള കാര്യവും കഴിവും ക്രെഡിബിലിറ്റിയും അതിനുള്ള സംവിധാനവും
ഇവിടുത്തെ BJP-ക്കുണ്ട്, ഇവിടുത്തെ ആളുകൾക്കുണ്ട്. ഇത് പച്ചയ്ക്ക് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുക, തെളിവ് കൊടുക്കാതിരിക്കുക, നാടകം കളിക്കുക. ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഇത് തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെയും ഇവിടുത്തെ മാധ്യമ സിൻഡിക്കേറ്റിന്റെയും ലക്ഷ്യമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.